ഡോക്ടർ, ലഹരി ബോധവൽക്കരണം അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യാവശ്യമായിരിക്കുന്നൊരു ഘട്ടമാണ്. അതിൻ്റെ പ്രസക്തി അത് എത്രത്തോളമുണ്ട്? കാലാകാലങ്ങളിൽ മനുഷ്യനിൽ ലഹരി ഉപയോഗമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, പ്രത്യേകിച്ച് കോവിഡാനന്തര ലോകത്ത് നമ്മുടെ കേരളത്തിൽ ലഹരിയുടെ ഉപയോഗത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡി അഡിക്ഷൻ കേന്ദ്രം, മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡ്രഗ് ട്രെൻഡ്സ് നോക്കുമ്പോൾ 2021 ശേഷം പ്രത്യേകിച്ചും ചെറുപ്പക്കാരിലുള്ള ലഹരി ഉപയോഗം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതിനു മുന്നേ മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയുമായിട്ട് കുടുംബങ്ങൾ നമ്മളെ സമീപിക്കുമ്പോൾ ഇപ്പോൾ 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഒപ്പം പലതരം ലഹരികൾ, പുതിയ ലഹരികൾ ഒത്തിരി തന്നെ ഇപ്പോൾ ചുറ്റുമുണ്ട്. പല ലഹരികളും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ലഹരികളായിരിക്കാം. അപ്പോൾ മദ്യത്തിൽ നിന്ന് മാറി കഞ്ചാവ്, IV ഡ്രഗ് അബ്യൂസ്, ഓപ്പിയോയിഡ്സ്, MDMA, സ്റ്റിപ്പ് പോലുള്ള സ്റ്റിമുലൻസ്, ഇവയെല്ലാം ഇപ്പോൾ വളരെയധികം തന്നെ സുലഭമായി ലഭ്യമാണ്. അതിനോടൊക്കെ ഒരു ആസക്തി മാത്രമല്ല, അതൊരു രോഗാവസ്ഥയായിട്ട് കണക്കാക്കാൻ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാർ തയ്യാറുമല്ല. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം തുടങ്ങുന്നത്. പക്ഷേ അതൊരു രോഗാവസ്ഥയിലേക്ക് ചെല്ലാൻ അധികം താമസിക്കാറില്ല. മദ്യപാനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 10 വർഷം 15 വർഷം കൊണ്ടാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് ചെല്ലുന്നതെങ്കിൽ കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗം ഒറ്റ പുകവലിയിൽ തന്നെ മാനസികാരോഗ്യ ലക്ഷണങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് രോഗികൾ വരുന്നുണ്ട്, സൈക്കോസിസ് ആയിട്ട്. അതുപോലെ തന്നെ ഉന്മാദാവസ്ഥയിൽ MDMAയുടെ ഉപയോഗം കാരണം ഉന്മാദാവസ്ഥയിലേക്ക് ഒക്കെ എത്തുന്ന അവസ്ഥയിലും വളരെയധികം ആക്രമണ വാസനയൊക്കെ കാണിക്കുന്ന അവസ്ഥയിൽ ചെറുപ്പക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ കൂടുതലായി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.